മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന്റെ ഭാഗമായി കവിയരങ്ങ് സംഘടിപ്പിച്ചു. കനകക്കുന്ന് കൊട്ടാരവളപ്പിൽ നടക്കുന്ന പുസ്തകോത്സവത്തിലാണ് കവിതാ പാരായണവും ചർച്ചയും ഒരുക്കിയത്. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി പുസ്തകങ്ങളുടെ വൻ ശേഖരമാണ് മേളയിൽ ഒരുക്കിയിരിക്കുന്നത്. മണ്ണിലാഴ്ന്നു കിടക്കുന്ന ഭ്രൂണമാം എൻ കവിത കേൾക്ക, എന്നുയിരുമോർക്ക, തുടിക്കുന്ന ഹൃദയം നിലയ്ക്കുന്നതിൻ മുൻപ് ഞാൻ ചൊല്ലിടട്ടെ എൻ ജീവന്റെ ഗാഥ. പൊൻവെയിൽ വീണ സായാഹ്നത്തിൽ ഒരു കൂട്ടം കവികൾ ഒത്തുകൂടി. മനസ്സിലെ കിഴചേർന്ന് നിൽക്കുന്ന കവിതയെയും ജീവിതത്തെയും വേർതിരിക്കാനാകാതെ അവർ പാടിയും പറഞ്ഞും ചേർന്നിരുന്നു. ഇത്രയേറെ എന്നിൽ തിമിർത്തു പെയ്ത് ഇത്ര ചടുതിയിൽ തോർന്നു പോകുവാനായിരുന്നെങ്കിൽ പ്രണയമേ, നിന്നെ ഞാനൻ സൗഹൃദ കെട്ടുകളിൽ നിന്നഴിച്ചെടുത്ത് ഹൃദയത്തിലേക്ക് ഇടം നൽകുകയില്ലായിരുന്നു. മറ്റൊരു നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയ സിന്ധു വാസുദേവിന്റെ ജീവിതത്തെയും കവിതകളെയും താങ്ങി നിർത്തിയ നഗരമാണ് തലസ്ഥാനം. എപ്പോഴാണ് ഉച്ഛിഷ്ടം ഭക്ഷിച്ചു തുടങ്ങിയത്, അപ്പോഴാണ് ഞാൻ കുരയ്ക്കാൻ മറന്നുപോയത്. വിഴുങ്ങിയതൊക്കെ ഓക്കാനിച്ച് വീണ്ടും രുചിയോടെ കഴിച്ചപ്പോഴാണ് ഞാൻ കുരയ്ക്കാൻ മറന്നുപോയത്. തിരുവനന്തപുരത്തിന്റെ തെക്കേ അറ്റത്ത് കടലോര ഗ്രാമത്തിൽ ജനിച്ച് കണ്ണീരുപ്പിന്റെ രുചിയറിഞ്ഞ് മണൽപ്പരപ്പിൽ അക്ഷരങ്ങൾ കോറിയിട്ടാണ് ഷൈജു കവിതയുടെ അക്ഷരം കുറിച്ചത്. അരിസിക്കൊള്ള വറ്റുതേടി കടലേറിപ്പോയ തുണയോനെ കാത്ത് കാത്തു കാത്ത് കണ്ണു തുരുമ്പിച്ച പെണ്ണാ പിറന്തവ. വായനയിലേക്കും എഴുത്തിലേക്കും വൈകിയെത്തിയ കവിയാണ് അഹമ്മദ് ഖാൻ. ചുറ്റുപാടുകളോട് സമൂഹത്തോട് ബോധ്യങ്ങളുള്ള ഇടപെടലായി കടലാസിൽ അഹമ്മദ് കവിത രചിച്ചു. സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് അഹമ്മദ് ഖാന് കവിത. ഒരു കലാസൃഷ്ടി ആസ്വാദകന്റെ മനസ്സിനെ പ്രകാശപൂർണമാക്കണം, അവൻ്റെ ചിന്തയെ വിമലീകരിക്കണം, അവൻ്റെ ഹൃദയത്തെ വികസുരമാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. മാധ്യമപ്രവർത്തകൻ കെ മധു ചർച്ച മോഡറേറ്റ് ചെയ്തു. മുല്ലമാല കോർത്തതുപോലെ ഒഴുകുന്ന കാട്ടരുവിയും നിൻ മരതക പച്ചയും, പടുകൂറ്റൻ മരങ്ങൾ തീർത്ത മേലാപ്പും, തെളിഞ്ഞ മാനമില്ലാതെ ഇരുട്ടുമൂടിയ വഴികളും, ഏകാന്തതൻ ഇരുളിൽ നീ മറയ്ക്കുന്നതെന്ത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.